നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസഫലത്തിൽ എല്ലാ നക്ഷത്രക്കാരുടെയും പൊതുവായ ഫലം താഴെ നൽകുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ടാകും. മേടൻ രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം ഈ നാളുകളുടെ ഇന്നത്തെ ഫലങ്ങൾ നോക്കാം. പൊതുവെ ഇന്ന് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ഉത്സാഹവും അനുഭവപ്പെടും. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായ ദിവസമാണ്. യാത്രകൾക്ക് സാധ്യതയുണ്ട്. തൊഴിലിൽ ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും. പുതിയ അവസരങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. ധനകാര്യത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതും നല്ലതാണ്. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും, എങ്കിലും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കും. അടുത്തത് ഇടവൻ രാശിയാണ്. കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങളും രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ. പൊതുവേ ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരും. ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുക. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. മിഥുനൻ രാശിയിലുള്ളത് മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ. നിങ്ങൾക്കിന്ന് സന്തോഷവും ഉന്മേഷവും നിറഞ്ഞ ദിവസമായിരിക്കും. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ആശയവിനിമയത്തിൽ വിജയം കൈവരിക്കും. നിങ്ങളുടെ ആശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അംഗീകാരം ലഭിക്കും. പുതിയ പ്രോജക്റ്റുകളിൽ പങ്കുചേരാൻ അവസരവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ആരോഗ്യം നന്നായിരിക്കും. മാനസികമായി സന്തോഷം അനുഭവിക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പം അനുഭവപ്പെടും. സന്തോഷകരമായ ഒത്തുചേരലുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകൻ രാശിയാണ്. പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നാളുകാരുടെ ദിവസഫലം. ഏപ്രിൽ 28 നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മറ്റുള്ളവരുടെ സഹായം തേടാൻ മടിക്കരുത്. ജോലിസ്ഥലത്ത് അല്പം സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൂടുതൽ ശ്രദ്ധയോടും ജാഗ്രതയോടും പ്രവർത്തിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക. ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മതിയായ വിശ്രമം എടുക്കുക. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാന്തമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക. അടുത്തത് ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം. നിങ്ങൾക്കിന്ന് ആത്മവിശ്വാസവും നേതൃത്വ ഗുണവും വർദ്ധിക്കുന്ന ദിവസമാണ്. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ ദിവസമാണെന്ന്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായി നല്ല ദിവസമായിരിക്കും ഇന്ന്. പുതിയ വരുമാന സാധ്യതകൾ തുറന്നു വരും. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. കന്നിരാശിയിൽ ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്രയുടെ ആദ്യത്തെ 2 പാദങ്ങൾ. ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ചിട്ടയോടും ശ്രദ്ധയോടും ചെയ്യേണ്ടി വരുന്ന ദിവസമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് പ്രശംസനീയമാവും. ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സഹപ്രവർത്തകരുടെ സഹായം തേടുന്നത് നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളുമായി സ്നേഹബന്ധം നിലനിർത്തുക. ചെറിയ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. സംയമനം പാലിക്കുക. തുലാൻ രാശിയിൽ ചിത്രയുടെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ എന്നിവർക്കാണ്. ഇന്ന് നിങ്ങൾക്ക് സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സന്തോഷവും ദുഃഖവും മാറി മാറി വരും. എല്ലാ സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ നേരിടുക. ജോലിസ്ഥലത്ത് പുതിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. നിങ്ങളുടെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും വിജയം നേടിയെടുക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വിവേകം പാലിക്കുക. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കണം.
കുടുംബാംഗങ്ങളുമായി സൗഹൃദപരമായി പെരുമാറുക. ചെറിയ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വൃശ്ചികക്കൂറിൽ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർക്കാണ്. നിങ്ങൾക്കിന്ന് തീവ്രമായ ചിന്തകളും വികാരങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറാകണം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ധനലാഭത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. എങ്കിലും അമിതമായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായി സ്നേഹവും ഐക്യവും നിലനിർത്തുക. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ധനുരാശിയിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം. നിങ്ങൾക്കിന്ന് യാത്രകൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവസരം ലഭിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുക. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകും. ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയ സമയമാണിത്. ആരോഗ്യം നന്നായിരിക്കും. മാനസികമായി സന്തോഷവും അനുഭവിക്കും. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. അവരുടെ പിന്തുണ നിങ്ങൾക്ക് കരുത്ത് നൽകുകയും ചെയ്യും. അടുത്തത് മകരം രാശിയാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ. ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും. ലക്ഷ്യങ്ങൾ നേടാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. ക്ഷമയോടെ കാത്തിരിക്കുക. ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ദിവസമാണ്. കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പാലിക്കുക. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബാംഗങ്ങളുമായി സൗഹൃദപരമായി പെരുമാറുക. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, ചതയം, പൂരട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ. നിങ്ങൾക്കിന്ന് ഏറെ സന്തോഷിക്കാൻ പറ്റിയ ദിവസമാണ്. പുതിയ ആശയങ്ങളും ചിന്തകളും ഉദിക്കും. നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. സുഹൃത്തുക്കളുമായി സന്തോഷപരമായി സമയം ചെലവഴിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാധിക്കും. ആരോഗ്യം പൊതുവെ നന്നായിരിക്കും. മാനസിക സന്തോഷം അനുഭവിക്കും. കുടുംബാംഗങ്ങളുമായി സന്തോഷവും സ്നേഹവും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കും. ഇത് അവസാനത്തെ രാശിയാണ്, മീനൻ രാശി. പൂരിട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്തരട്ടാതി, രേവതി എന്നീ നാളുകാരുടെ ദിവസഫലം. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ദിവസമാണ്. മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് പ്രശംസനീയമാകും. ജോലിസ്ഥലത്ത് ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷം നിലനിൽക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും അത്യാവശ്യമാണ്. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മതിയായ വിശ്രമമെടുക്കുക. കുടുംബാംഗങ്ങളുമായി സ്നേഹബന്ധം നിലനിർത്തുക. അവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവയൊക്കെ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹനില അനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങളുണ്ടാകും.